ഹായ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പോകുന്നുണ്ട്. ഈ 1-ാം തീയതി തന്നെ ഞാനിവിടെ പോകുന്നല്ലേ. അപ്പോൾ നമുക്ക് ഞാൻ സ്കൂട്ടീൻ്റെ ലൈസൻസ് എടുക്കാനുള്ള പരിശ്രമത്തിലാണേ. അപ്പം അവൻ്റെ ഇതിൻ്റെ ഒരു ട്രയൽ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ പോവാണേ. ആദ്യം ഞാൻ ടൗണിലേക്ക് പോകുന്നതാണ് വിചാരിച്ചത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഇപ്പുറം മേൽഭാഗത്ത് വന്നു നിന്നേ. അങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ബസ് വരുന്നതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ കയറി ഞാൻ മക്യാട് ടു തരുവണ. 18 രൂപയായിരുന്നേ ടിക്കറ്റ് വില. വിലയില്ല ചാർജ്, സോറി. അപ്പം അങ്ങനെ തരുവണ എത്തി. ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കും കേട്ടോ. എനിക്ക് ബസ്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള 2 സുഹൃത്തുക്കളെ കിട്ടി. എൻ്റെ ഫ്രണ്ട്സിന് 2 പേരെ കിട്ടി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് നമ്മുടെ കൽപ്പറ്റ പടിഞ്ഞാറത്തറ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന റോഡാട്ടോ അത്. അങ്ങനെയായിട്ട് അവിടെ ബസ് ഇറങ്ങി കുറച്ചിങ്ങനെ നടക്കുമ്പോൾ മുകളിലേക്ക് ഗ്രൗണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം മുകളിലേക്കൊരു വഴിയുണ്ട്. ആദ്യം കുത്തനെ കയറ്റാണെങ്കിലും പിന്നെ നിരപ്പായ സ്ഥലം കേട്ടോ. ആ കയറ്റം കഴിഞ്ഞിട്ട് പിന്നെ നിരപ്പായ സ്ഥലമാണ്. പക്ഷെ അതൊരു വല്ലാത്ത കയറ്റമാണ്. ഇവരാണ് എനിക്ക് ബസ്സിൽ നിന്ന് എനിക്ക് കൂടെ കിട്ടിയ 2 ഫ്രണ്ട്സ് കേട്ടോ. അവിടേക്ക് പോകാൻ എന്തായാലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നില്ല, ഇവരും കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അവിടെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് എത്തിയേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് പുതുവത്സരം ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് നല്ല സൂപ്പറായിട്ട് സെറ്റപ്പായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ബലൂണൊക്കെ കുത്തി അടിപൊളി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ പുതുവത്സരം ആയതുകൊണ്ട് ഇവിടെ കേക്ക് മുറിക്കലും ഉണ്ട് കേട്ടോ. കേക്ക് എത്തിയില്ല, അപ്പോഴത്തേക്കും കുറേ പേര് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഞാൻ 6-മതോ 7-മതോ മറ്റോ ഓട്ടോ എടുക്കണ്ടേ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ആതിര ഓടിച്ചുകൊണ്ടിരിക്കുവാണേ. നല്ല കളർഫുള്ളായിട്ടുള്ള ബലൂണുകളല്ലേ, അടിപൊളിയല്ലേ. അപ്പോഴത്തേക്കും കേക്ക് വന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണേ. കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേരത് അറേഞ്ച് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ഗ്രൗണ്ടിലായതുകൊണ്ട് വലിയ പരിപാടി സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ മേശയൊന്നുമില്ല, അവിടെ മേശയൊന്നും വാടകയ്ക്കില്ല. അങ്ങനെ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ, തുടങ്ങുകയാണ്. കേക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, മിഠായി ഉണ്ടായിരുന്നേ. ഹാപ്പി ന്യൂ ഇയർ 2025 ഉദയ ഡ്രൈവിംഗ് സ്കൂൾ. അങ്ങനെയായിരുന്നു കേക്ക്. അങ്ങനെ എനിക്കും കിട്ടി കേട്ടോ ഒരു പീസ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കഴിച്ച് നോക്കിയപ്പം നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു മുട്ടായും കിട്ടിയേ. പിന്നെ ഞാൻ ഓടിച്ചപ്പോൾ ഞാൻ അങ്ങനെ ബൈക്കിൻ്റെ പൊക്കത്ത് നിന്ന് ഉരുണ്ട് വീണ് എൻ്റെ കാല് മുറിഞ്ഞു. പിന്നെ ഞങ്ങൾ താഴെ ബസ് കയറുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് എനിക്ക് ഇറങ്ങുന്നതിന് കിട്ടി. എനിക്ക് തിരിച്ചും കൂട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ.